നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നും. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ഹല്ലേലൂയ. മനോഹരമായ ഒരു ഗാനം നാം അങ്ങനെയാണ് കേൾക്കുന്നത്. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിന്റെ മുൻപിൽ വിശാലവാതിൽ. ഹല്ലേലൂയ. പലരും നാം തകരുവാൻ നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം. അവൻ തകർന്നു വീഴുന്നൊന്ന് കാണണം, അവളുടെ തകർച്ചയൊന്ന് കാണണം, അവൾ എവിടം വരെ പോകുമെന്നൊന്ന് കാണട്ടെ, എന്തായി തീരുമെന്നൊന്ന് അറിയട്ടെ, ഈ പോക്ക് പോയാൽ തകർന്നു പോവുകയേ ഉള്ളൂ എന്ന് കുറ്റം വിധിച്ച് നമ്മുടെ തകർച്ച കാണുവാൻ നോക്കി നിന്നവർ പക്ഷെ കണ്ടത് വിശാലവാതിൽ നമുക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതാണ്. ഹല്ലേലൂയ. അതിന് കാരണം യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ ഇന്നും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏതെല്ലാം വഴിയിൽ കൂടി കൊണ്ടുപോകുമെന്നോ എത്രമാത്രം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമെന്നോ നമുക്ക് പോലും അറിയില്ലായിരുന്നു. ഇത്രമാത്രം സമാധാനം തരുന്ന ആ യേശുവിൻ്റെ കൈകളിലേക്കാണ് നാം നമ്മുടെ ജീവിതം കൊടുത്തതെന്ന് നാം കൊടുത്ത നാളുകളിൽ അറിഞ്ഞില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, അതെ, യഹോവ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയതായി കരുതിയതായ വഴികൾ, ഹല്ലേലൂയ, അത് നമുക്കും അത്ഭുതമാണ്, മറ്റുള്ളവർക്ക് അത്ഭുതമാണ്, നമുക്കും അത്ഭുതമാണ്. നാം തകരുവാൻ വേണ്ടി നോക്കി നിൽക്കുന്നവരുടെ എല്ലാം മുൻപിൽ നമുക്ക് വേണ്ടി വിശാലമായ വാതിൽ തുറന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അതെ, അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയർ അവരുടെ പ്രയാസ സമയങ്ങളാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. എങ്കിലും വരവ് ചെലവ് കാര്യത്തിൽ അപ്പോസ്തലനോട് വിശ്വസ്തത കാണിച്ചു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഫിലിപ്പരാണ് ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. തങ്ങളുടെ ബുദ്ധിമുട്ട് വകവയ്ക്കാതെ അവർ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു, അപ്പോസ്തലന്റെ ബുദ്ധിമുട്ടിനെ സഹായിച്ചു. എന്നാൽ ദൈവദാസൻ ഫിലിപ്പിയരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ദൈവമോ, അതെ, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം, എന്നെ വിളിച്ച എൻ്റെ കർത്താവ്, എന്നെ പേര് ചൊല്ലി വിളിച്ച നല്ലവനായ ദൈവം, വിശ്വസ്തനായ ദൈവം, ഫിലിപ്പിയരെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, ഹല്ലേലൂയ, മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. മഹത്വാനായ ദൈവം, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ പ്രിയനായ ദൈവം, എൻ്റെ പ്രാണപ്രിയനായ ദൈവം, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം, എൽ ഷദായി ആകുന്ന ദൈവം, ഇരയാകുന്ന ദൈവം, അതെ, കരുതുന്ന ദൈവം, ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, ഇന്ന് നിങ്ങൾ ബുദ്ധിമുട്ടോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ദൈവവേലയ്ക്ക് സഹായിച്ചത്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും ഞെരുക്കവും ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം, സമാധാനത്തിന് ക്ഷാമം ഉണ്ടായിരിക്കാം, സന്തോഷത്തിന് ഒരുപക്ഷെ പല രീതിയിലുള്ളതായ ബുദ്ധിമുട്ടുകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം
ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഇന്നുള്ള നിങ്ങളുടെ ബദ്ധപ്പാടുകളും ഇന്നുള്ള നിങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം എൻ്റെ കർത്താവ് പൂർണ്ണമായും തീർത്തു തരും. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ സേവിച്ചു നിൽക്കുന്ന അധികാരമുള്ള ദൈവപുത്രൻ്റെ നാമത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം എൻ്റെ ദൈവം മാറ്റിത്തരുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കഷ്ടതകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം നല്ലവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തത്. ഒന്നും അറിയാത്ത നാളുകളിൽ ഈ കർത്താവിൻ്റെ വചനം നമ്മുടെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ നാം ആ വചനത്തിന് ചെവി ചായ്ച്ചു. കർത്താവിൻ്റെ വചനം കേട്ട്, സുവിശേഷ വചനം കേട്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വരും കാലങ്ങളിൽ ഭാവി എന്ത് എന്നറിഞ്ഞിട്ടല്ല, ഇനിയുള്ള കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുമല്ല, എന്താണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ സുവിശേഷ സത്യം നമ്മുടെ ഹൃദയവാതിൽക്ക് വന്ന് മുട്ടിയപ്പോൾ നാം ആ വചനത്തിന് വാതിൽ തുറന്നു കൊടുത്തു. നമ്മുടെ ഹൃദയ സിംഹാസനത്തിലേക്ക് നമ്മുടെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. കർത്താവിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക്, ആണിപ്പഴുതുള്ള പൊന്ന് കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തു. നാളെ എന്ത് എന്നോർക്കാതെ, ഭാവി എന്ത് എന്നറിയാതെ, ഈ ദൈവം വിശ്വസ്തനാണെന്നും ഈ ദൈവം എന്നെ അന്ത്യം വരെ പോറ്റുവാൻ സർവശക്തനാണെന്നുള്ളതായ വിശ്വാസത്തിന്റെ ചുവടെടുത്തു വയ്ക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നു. അതെ, വിശ്വാസത്തിന്റെ ചുവടെടുത്തു വെച്ച, മുൻപോട്ട് കാലെടുത്തു വെച്ച ദൈവ പൈതലേ, നിന്നെ നോക്കി എൻ്റെ ദൈവം പറയുന്നു, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, അത് എൻ്റെ ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്നത് നമ്മുടെ കണക്കിനൊത്തവണ്ണമല്ല, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമല്ല, നാം വിചാരിക്കുന്ന അളവിനൊത്തവണ്ണമല്ല, നാം വെച്ചിരിക്കുന്ന അതിരുകൾക്കും പരിധികൾക്കും എല്ലാം അപ്പുറമായി തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന നല്ലവനായ ഒരു കർത്താവ് ജീവിക്കുന്നു. നല്ലവനായ ഒരു പിതാവ് ജീവിക്കുന്നു. നല്ലവനായ ഒരു പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു. അതെ, നമ്മെ നടത്തുന്ന ത്രിയേക ദൈവം ജീവിക്കുന്നു. നാം വാക്കു പറഞ്ഞിരിക്കുന്നത്, നമ്മോട് വാക്കു പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയ ദൈവപൈതലേ, വാടിപ്പോകേണ്ടതില്ല. നിന്റെ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളിൽ, നിന്റെ പ്രയാസത്തിൻ്റെ സാഹചര്യങ്ങളിൽ, നിന്റെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ, നിന്റെ ഞെരുക്കത്തിൻ്റെ കാലങ്ങളിൽ നീ ഈ വചനം എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധൈര്യത്തോടെ പറയുക, ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, ഇതെൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അതെ, മറ്റുള്ളവർ ഒരു പക്ഷേ നാം തകരുന്നത് കാണുവാൻ, ഈ കർത്താവിൻ്റെ പാതയിലേക്ക് നാം കാലെടുത്ത് വെച്ചിട്ട് നാം തകർന്നു വീഴുന്നത് കാണുവാൻ നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം. പലരും അടക്കം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ പോക്ക് അധികകാലം പോവുകയില്ല, ഈ ജീവിതം അധികകാലം തുടരുകയില്ല, അവൻ്റെ പോക്ക് ശരിയായ രീതിയിലല്ല, ഈ വഴിയെ പോയാൽ അവൻ തീർന്നു പോകും, അവൻ്റെ ജീവിതത്തിൽ ഒരഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല, അവൻ ഇന്ന് വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവനെ കൈവെടിയും, അതെ അവൻ്റെ മുൻപിൽ ഒരു നാശത്തിൻ്റെ വാതിലാണ് ഉള്ളത് എന്നെല്ലാം നമ്മുടെ മുൻപിൽ വാതിൽ അടയുന്നത് നോക്കി കാത്തിരുന്നവർ പലരും ഉണ്ടായിരിക്കാം. നാം തകരുന്നത് കാണുവാൻ നോക്കി നിന്നവരുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് മുൻപിൽ വിശാല വാതിൽ തുറന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞാലും കാറ്റുകൾ ഊതിയാലും അതെ പെരുങ്കാറ്റടിച്ചാലും നമ്മുടെ ജീവിതം വീണു പോകാതെ, നാം തകർന്നു പോകാതെ, നമ്മുടെ ഭവനം കർത്താവിൽ ആശ്രയിച്ച് കെട്ടിപ്പടുത്തിരിക്കുന്നതായ നമ്മുടെ ഈ വീട്, നമ്മുടെ ഈ ജീവിതം തകർന്നു പോകാതെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലവനായ കർത്താവ് ജീവിക്കുന്നു. നമ്മെ വിശ്വസ്തനായ ദൈവം ജീവിക്കുന്നു. ഈ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ഈ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വീണ്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസ്ത ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, എൻ്റെ ജീവിതം എന്നേക്കുമായി അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. ഈ വഴിയിൽ ഞാൻ പട്ടുപോകാതെ അന്ത്യത്തോളം എന്നെ കൊണ്ടുപോകുവാൻ സർവശക്തിയുള്ളവൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നുവെന്ന് നമുക്ക് വീണ്ടും പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല വചനങ്ങളാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ആമേൻ.